ഹായ്, ഇവനാര്? ഒരു നല്ലൊരു പിസ്സ ആണല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ നിങ്ങൾക്ക്. ഇവന് നല്ലൊരു പനീർ പിസ്സ കേട്ടോ. ഇതിൽ എന്ത് ടോപ്പിംഗ് വേണമെങ്കിലും കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് കൊടുക്കാം. പക്ഷെ വീട്ടിലെങ്ങനെ ബേസ് മുതൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വരും. അപ്പോൾ കണ്ടാലോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കപ്പും ഒരു 1/4 കപ്പ് വെള്ളം, 1/4 കപ്പ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു 7 to 8 ഗ്രാം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വച്ചേക്കുവാണ്. എന്നിട്ട് ഇത് പുളിച്ച് പൊങ്ങി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഈസ്റ്റ് പൊങ്ങി വന്നിരിക്കുന്ന കണ്ടോ, നല്ല ഈസ്റ്റാട്ടോ, നല്ല ഈസ്റ്റാ. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള പരിപാടി ചെയ്യാം, കാണിച്ചു തരാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 കപ്പ് മൈദ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് വേണമല്ലോ ബേസിന്. അപ്പോൾ 1 ടീസ്പൂൺ നിറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ പഞ്ചസാര നമുക്ക് കുറച്ചുകൂടി വേണം. അപ്പോൾ മൊത്തം 3 ടീസ്പൂണാണ്. അപ്പം 3 അല്ല 4 ടീസ്പൂൺ. അപ്പോൾ ഞാനിനി ഒരു 3 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. മൊത്തം 4 ടീസ്പൂൺ. 1 ടീസ്പൂൺ നമ്മൾ ഈസ്റ്റിന് വേണ്ടി ഇട്ടായിരുന്നു, അത് കാരണം അത് വേണ്ട. പിന്നെ നമ്മൾ ഇനി ഇതൊരു തടിത്തവി ആണ് നല്ലത്. ഓക്കെ, തടിത്തവി വെച്ചിട്ടൊന്ന് ഇളക്കുക നല്ലത്. തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടാട്ടോ ഞാൻ ഇളക്കുന്നത്, എളുപ്പത്തിന് വേണ്ടി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഈസ്റ്റിൻ്റെ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ബാക്ക് സൈഡ് വെച്ചിട്ട് തന്നെ ഇളക്കുന്ന നല്ലത്. അപ്പം കൂടുതൽ അങ്ങ് ഇതാവില്ല. ഞാൻ 1/4 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഞാനൊരു കുറച്ച് വെള്ളം കൂടി, ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടില്ല, അതിൻ്റെയും പകുതി 1/8 ആണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാൻ വേണമെങ്കിൽ അത്രയേ ഉള്ളൂ. ഇത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതിനി നല്ല പോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിടുന്ന സ്റ്റാൻഡ് മിക്സറിൽ അങ്ങ് ഇട്ട് കുഴക്കുക ചെയ്യുന്നത് കേട്ടോ. ഞാനൊന്ന് കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് നോക്കട്ടെ എൻ്റെ വെള്ളത്തിൻ്റെ കണ്ടന്റ്. യെസ്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിനിപ്പോൾ വെള്ളം ഇച്ചിരി കൂടുകയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ പൊടിയിട്ട് 2 ടീസ്പൂണൊക്കെ ഇടാം. അഥവാ വെള്ളം കുറയാൻ തോന്നുകയാണെങ്കിൽ ശകലം വെള്ളം തളിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റാൻഡ് മിക്സറിനകത്ത് ഇട്ടിട്ട് ഞാനിതിനെ നല്ല പോലെ ഒരു 30 മിനിറ്റത്തേക്ക് വേണ്ടി കുഴയ്ക്കും. പക്ഷെ 30 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കില്ല. ഒരു 10 മിനിറ്റ് ഓടിച്ചിട്ട് ഒന്ന് നോക്കി പിന്നെയും ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് പിന്നെയും ഒന്ന് ഓടിക്കും. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യുന്നത്.
ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല സോഫ്റ്റ് ആവണം, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കുറേ നേരം നീഡ് ചെയ്യണം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവണം, എന്നാലേ നമ്മുടെ ആ ഡോ നമ്മുടെ ആ പിസ്സ ബേസ് നല്ല ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, കൈ കൊണ്ട് ചെയ്താലും മതി. അരമണിക്കൂർ കുഴച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് നമ്മൾ ഒരു മുകളിൽ ക്രസ്റ്റ് ഫോം ആകാതിരിക്കാൻ എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തടവി കൊടുക്കുകയോ ചെയ്തിട്ട് നമ്മൾ വയ്ക്കുക. എണ്ണ തടവുമ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക, അതില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒന്നും ചെയ്യരുത്, സാധാരണ നമ്മുടെ സൺഫ്ലവർ ഓയിലോ മറ്റേ അങ്ങനത്തെ ഗ്രൗണ്ട് നട്ട് ഓയിലോ അങ്ങനത്തെ വെച്ചിട്ടൊന്ന് തടവിയിട്ട് അതിനെ ഒന്ന് പുളിക്കാനായിട്ട് 1 മണിക്കൂർ ഏകദേശം അങ്ങ് മാറ്റി വെച്ചേക്കുക. അപ്പോൾ എണ്ണ തടവിയിട്ടേ വയ്ക്കാവുള്ളൂ. അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് പുളിച്ച് പൊങ്ങുകയും ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു ക്രസ്റ്റ് ഫോം ആവും. ആ ക്രസ്റ്റ് ഫോം ആവാതിരിക്കാനാണ് ഇതുപോലെ നമ്മൾ തട്ടിപ്പൊത്തി എണ്ണ തടവി വെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യുക. ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാൻ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പിസ്സ സോസിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ആയിട്ട് ഞാൻ റെസിപ്പി കാണിക്കുന്നത്. പിന്നെ വേണ്ട നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ടൊമാറ്റോ പ്യൂരി. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, പ്ലാൻ ചെയ്തെടുത്തിട്ട് അടിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ടൊമാറ്റോ പ്യൂരിയാണ് ഡാബറിൻ്റെ. പിന്നെ നമുക്ക് ഇത്തിരി ഇറ്റാലിയൻ ഹെർബ്സ് വേണം, സീസണിങ്. പിന്നെ കുറച്ച് ബേസിൽ വേണം. അപ്പം ഇതൊക്കെയാണ് വേണ്ട. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണിച്ചു തരാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് തീയൊന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും ഇത്തിരി എരിവൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ 1 ടീസ്പൂണോളം നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വേണം, നല്ല പുളിയുണ്ട്. ഇനിയിപ്പോൾ വിനീഗറൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടൊമാറ്റോ ബ്ലാൻഡ് ചെയ്യുന്നെങ്കിൽ ഇച്ചിരി വിനീഗർ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പുളി വന്നില്ലേ, ഇതിന് തീ കൂട്ടി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം. ഒരുപാട് വെള്ളമായ നമ്മുടെ പിസ്സ ബേസിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാൻ പാടായിരിക്കും. ഇനി ഞാൻ ഇതിട്ട് കൊടുക്കുകയാണ് ഇറ്റാലിയൻ ഹെർബ്സ്. അതൊരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തു, കുഴപ്പമില്ല. പിന്നെ ബേസിലാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ ബേസിൽ ഇത് ഇതുകൂടി ഒന്ന് ചെയ്യും. ഒരു ചെറിയ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല മണം വരുള്ളൂ ആ പിസ്സയുടെ.
Wow. Nice pizza sauce. ഞാൻ ഈ ഡോന് ഞാൻ രണ്ടായിട്ട് മുറിച്ചു കേട്ടോ. കറക്റ്റ് ഈക്വൽ അല്ല. എനിക്ക് ഒരു ആപ്പിൾ പൈ ബേക്ക് ചെയ്യുന്ന ഒരു ട്രേ ഇതുണ്ടായിരുന്നു. അതിൻ്റെ ബേസ് എടുത്തിട്ടാണ് കേട്ടോ ഞാനിത് ബേക്ക് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് എന്ത് പാത്രത്തിലും ബേക്ക് ചെയ്യാം. ആദ്യം കട്ടിയില്ലാത്ത പ്ലേറ്റ് പോലത്തെ ഏതെങ്കിലും പാത്രം എടുത്താൽ മതി. നമുക്ക് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എൻ്റെ ബേസ് രണ്ടാക്കിയിട്ട് നമുക്ക് കൈ കൊണ്ടും പരത്തിയെടുക്കാം. അല്ലാതെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ചെറുതായിട്ട് പരത്താം. പക്ഷെ അങ്ങ് ഒരുപാട് പരത്തി കളയരുത്. ഇത്തിരി കട്ടി വേണം. എന്നിട്ട് സൈഡ്സ് ഒന്ന് മടക്കി എടുക്കുക. നമ്മൾ പിസ്സ വാങ്ങിക്കുമ്പോൾ സൈഡ്സ് കുറച്ച് കട്ടിയായിട്ട് കാണില്ലേ, അപ്പം അങ്ങനെ സൈഡ്സ് ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ അകത്ത് ബാക്കി നമുക്ക് എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ വെജിറ്റേറിയൻ ഫില്ലിംഗ് കൊടുക്കുന്നതേ ഉള്ളൂ. പനീറാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. പനീർ, ക്യാപ്സിക്കം, അനിയനാണ് എൻ്റെ ഫില്ലിങ്. ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ബേസ് ചിലപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ പൊങ്ങി വരും കേട്ടോ. ആ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത്. നമ്മൾ പപ്പടത്തിനൊക്കെ കുത്താറില്ലേ, അതേപോലെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, ഇരുന്നിട്ട് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. നല്ല പരുവാണ്. ഇതിൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതങ്ങ് വല്ലാണ്ട് നമ്മുടെ മാവ് അങ്ങ് വല്ലാണ്ട് നനഞ്ഞു പോകും. അപ്പം അങ്ങനെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റായതിന് ഞാനപ്പോൾ പനീറിനും ഉള്ളിക്കും ക്യാപ്സിക്കത്തിനും ശക്കലം ഉപ്പിട്ടിട്ട് തിരുമ്മി വെച്ചിരിക്കുക. വേറെ മസാലയൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ അങ്ങ് ആദ്യം ചെയ്യുക. നല്ല പോലെ എല്ലാ സൈഡിലോട്ടും പുരട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ 2 തരത്തിലെ ചീസ് യൂസ് ചെയ്യുന്നുണ്ട്. മൊസറേല ചീസ് നമ്മൾ വലിഞ്ഞ് വരും നമ്മുടെ പിസ്സ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ ചീസും, പിന്നെ ഞാൻ നമ്മുടെ സാധാരണ അമൂൽ ചീസ്. മൊസറേല ചീസിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. എനിക്ക് ആ വലിഞ്ഞ് വരുന്ന ടെക്സ്ചർ വേണമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിക്കുന്ന. ഇത് അമൂൽ ചീസ് സാധാരണ ഞാൻ വാങ്ങിച്ചിട്ട് അതാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ഇടും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിടും. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് വെക്കും. ഇവിടെ പനീർ, നിറച്ച് പനീർ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാനൊരു പാക്കറ്റ് പനീർ വാങ്ങിച്ചത് 2 പിസ്സയ്ക്ക് നല്ല സുഖമായിട്ട് തികഞ്ഞു. ഒരു ക്യാപ്സിക്കം, ഒരു അര സവോള, അത്രേ ഉള്ളൂ കേട്ടോ. കൂടുതൽ സവോള ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെ എല്ലാവർക്കും കുഞ്ഞിന് സവോളയൊന്നും വലിയ ഇഷ്ടമല്ല. അവളൊക്കെ പെറുക്കിക്കളയും. പനീർ ഭയങ്കര ഇഷ്ടം അവൾക്ക്. അപ്പം ഞാൻ നിറച്ച് പനീറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ ക്യാപ്സിക്കം, അതിൻ്റെ കളറ് വരണമല്ലോ, നല്ല ഭംഗിയുള്ള കളറ്. ഇനി കളറ് നല്ല കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കണമെങ്കിൽ റെഡ് ക്യാപ്സിക്കം ഒക്കെ കിട്ടും കേട്ടോ. റെഡ്, ഓറഞ്ച് ക്യാപ്സിക്കം ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്താൽ കളറ് കുറച്ചുകൂടി നല്ലതാവും. ഇതിപ്പം അങ്ങനെ കളറൊന്നും ഞാൻ നോക്കുന്നില്ല, ടേസ്റ്റാണ് കേട്ടോ നോക്കുന്നത്. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത്ര നമുക്ക് എന്ത് വിലയാണെന്നറിയാം വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. ഇതെന്ത് സിമ്പിളായിട്ട് നമുക്ക് ഇത്ര ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് ചൂടായിട്ട് ഉണ്ടാക്കി അങ്ങ് പിസ്സ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ ടേസ്റ്റ്. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ. എന്നിട്ട് അതിൻ്റെ പുറത്ത് വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം ഞാൻ പുറത്തുകൂടി കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അടിയിലും ചീസ്, മുകളിലും ചീസ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇപ്പം 2 ചീസ് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ടുണ്ടല്ലോ കൈ വെച്ചൊന്ന് അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. അപ്പം അത് അതിൻ്റെ അകത്ത് ഇരുന്നോളൂ കറക്റ്റായിട്ട്. കണ്ട, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പിസ്സ റെഡി. ഞാൻ ആ ബേസിൽ തന്നെ ഉണ്ടാക്കിയാണ്. ഇനി ബേസിലോട്ടൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ബേക്ക് ചെയ്യാനായിട്ട് റെഡിയായി. അപ്പോൾ ബേക്ക് ചെയ്തത് ഞാൻ മാക്സിമം ടെമ്പറേച്ചർ ഇട്ടിട്ട് 230 ആണോ 20 ആണോ അതിലിട്ടിട്ട് ഞാനൊരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു. അടിപൊളി പിസ്സ ആയിരുന്നു കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. നിങ്ങൾ പിന്നെ ഉണ്ടല്ലോ ഒരിക്കലും പിസ്സ വെളിയിൽ നിന്ന് വാങ്ങിക്കില്ല, അത്ര ടേസ്റ്റാണിത്.
ഇത് ഡെഫിനറ്റ് ആയിട്ടും ട്രൈയബിൾ ഒരു സാധനമാണ്. ഈ റെസിപ്പി ഫോളോ ചെയ്തൊന്ന് ഉണ്ടാക്കി നോക്കൂ. പിസ്സ ബേസ് മുതൽ സോസ് മുതൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോണ്ടല്ലോ പാറുമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക പിzzയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഗ്ലാസ് ടേബിൾ ആയിരുന്നു ഒരു പേപ്പർ കട്ടി അടിയിൽ വിരിച്ചിട്ടാട്ടോ ഇട്ടത്. ഫോട്ടോ എടുക്കുമ്പോൾ ഭംഗിയൊന്നുമില്ല, എന്നാലും ടേസ്റ്റിന് ഭയങ്കര ഉഗ്രന. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സും കുറച്ചുകൂടി പിസ്സ ഒറിഗാനോ പിസ്സ സീസണിങ്ങും ഒക്കെ ഇട്ടിട്ട് കഴിക്കാം. പക്ഷെ എൻ്റെ സോസ് അത്ര ടേസ്റ്റ് ആയിരുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് വന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി അവനില്ലാത്തവർക്കും ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ആ അലുമിനിയം അല്ലെങ്കിൽ അങ്ങനത്തെ പാത്രം കട്ടി പാത്രം എടുത്തിട്ട് അതിൽ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാത്തിരിക്കുക. ബൈ.